ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സെയിലിനായിട്ട് കുറച്ച് ബിഗോണിയാണേ ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാമേ. അപ്പോൾ അതാ ഈ ബിഗോണിയാണേ. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള, എൻ്റെ ഒന്നും പേര് ക്ലിയറായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗി, നല്ല ലൈറ്റ് കിട്ടണ അനുസരിച്ച് നല്ല കളർ, നല്ല റെഡ് കളറിലോട്ട് പോവുകയും ഇങ്ങനെ നല്ല ഭംഗിക്ക് വരണ ഈ ഒരു ബിഗോണിയ. ഇത് മദർ പ്ലാന്റാണ്. ഈ ബിഗോണിയയുടെ തൈകൾ അതാ ഇതുപോലത്തെ തൈകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് 150-നാണ്. ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ 350 രൂപയായിട്ടുണ്ട്. അത് വാങ്ങിച്ച് വെച്ചിട്ടാണ് ഞാൻ പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ റേറ്റിന് കൊടുക്കണത്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് നല്ല ഭംഗിയുള്ള മഷി കുടഞ്ഞ കണക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ബിഗോണിയ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 75-ആണേ ഇതിൻ്റെത്. അടുത്തത് നമുക്കിതാ ഇതാണ് കേളി ബിഗോണിയ. നല്ല ഭംഗിയാണ്, ഒരു കെയറിങ് വേണ്ട. ഇത് തറയിൽ നിലത്ത് വെച്ച് കൊടുത്താലും വെള്ളവും വെയിലും ഒന്നും പ്രശ്നമല്ല. ഓവറായിട്ട് വെയിലില്ലാത്തടത്താണെങ്കിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്നു കിട്ടും. ഈ ബിഗോണിയയുടെ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മദർ പ്ലാന്റ് കേളി. നല്ല കേളി, നല്ല ചുരുണ്ട് ഇതെങ്ങനെ ഭംഗിക്ക് വരും. നല്ല ബ്രൗൺ കളർ കണ്ട, അടിയിൽ നല്ല കളറ്. ഒരു മൂട് വെച്ച് കൊടുത്തതാണ്, ഒരു മൂടാണ് നിലത്ത് നിന്നിട്ട് ഇത്രയും ആയത്. എല്ലാവരും വെള്ളം കൂടിപ്പോയി അഴുകിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ അതാ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണേ. ഒരു കെയറിങ്ങും വേണ്ട, ഒരു ഇതുമില്ല. നിറയെ തൈകൾ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗോണി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പ്ലാന്റ് കൊടുക്കാനുണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ തയ്യാക്കി വെച്ചിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ കൊടുക്കണതേ. അടുത്തത് ഈ ഒരു ബിഗോണിയാണ്. ഒരു വെൽവെറ്റ് ബ്ലാക്ക് കളറ്, നല്ല വെൽവെറ്റ് കണക്കുള്ളൊരു ബിഗോണിയ. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. നല്ല വലിയ പ്ലാന്റാണ്, തൈകളാണ് എല്ലാം. ഇത് 75 രൂപയാണ്. ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ചെറിയ ഷെയ്ഡുള്ള ഭാഗത്ത്, ഒരുപാട് ഓവർ വെയിൽ വേണ്ട. നനവ് എന്നും നമ്മൾ ഒരു നേരമെങ്കിലും നനവ് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്ന, വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അങ്ങനത്തെ ഇതാണ്. അതുപോലെയൊക്കെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് നോക്കിയാൽ ഈ പ്ലാന്റ് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇത്രയും പ്ലാന്റ് നമ്മൾ കൊടുക്കാനുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും നമ്പർ കൊടുത്തിരിക്കാം, അതിൽ മെസ്സേജ് ചെയ്യണേ. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഈ ബിഗോണിയ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ആവണില്ല, അത് എങ്ങനെയാണ്, എത്രത്തോളം വെയിൽ വെള്ളം വേണം, ഷെയ്ഡിലാണോ വെച്ചിട്ടുള്ളതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് നെറ്റും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനലായപ്പോൾ മാത്രമാണ് ഇതിങ്ങനെ ഷെയ്ഡ് നെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ ഷെയ്ഡിൽ തന്നെ വെച്ചിട്ടുള്ളൂ. ഓവറായിട്ട് നേരിട്ട് വെള്ളം വീഴാത്ത ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. വേറെ ഒരു കെയറിങ് വലിയ ഇതൊന്നുമില്ല. വേറെ വലിയ പുഴുശല്യമോ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഈ ബിഗോണിയ ബാധിക്കണില്ല. നമ്മളൊന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വെള്ളം കെട്ടി നിൽക്കാതെ. പിന്നെ പോട്ടി മിക്സായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മണൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. കട്ട മണ്ണിൽ വയ്ക്കുമ്പോഴാണ് ചില ബിഗോണിയ, അല്ല ചിലത് മാത്രം പെട്ടെന്ന് അഴുകി പോകുന്നത്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ നമ്മൾ വളം ചെയ്യുമ്പോൾ NPK നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് സാഫും കൂടി ഒന്ന് കലക്കി ലീഫിലും അതിൻ്റെ ചുവട്ടിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചെടികൾ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.